ശബരിമല വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഭിന്നാഭിപ്രായവുമായി എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വെർച്വൽ ക്യൂ 80,000 ഉയർത്തണമെന്ന് കോടതി പരാമർശം വാട്സപ്പ് സ്റ്റാറ്റസാക്കി എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. ദേവസ്വം പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് നടപടി. ഇവിടുത്തെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 90,000 പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വരെ പോകും. അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതി. മരക്കൂട്ടത്തേക്ക് പോകും. 90,000 അപ്പുറത്തേക്ക് പോയ മരക്കൂട്ടത്തിനപ്പുറത്തേക്ക്. അങ്ങനെയാണ് പോലീസിന്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കി റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ പോയാൽ മരക്കൂട്ടത്തിനപ്പുറത്തേക്ക് പോകും. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഒരു 90,000-അകത്ത് നിർത്തുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് പോലീസ് ക്രൗഡ് മാനേജ്മെന്റ്. അവരാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി. അവരുടെ ഒരു ഭാഷ്യം അങ്ങനെയാണ്. ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വെർച്വൽ ക്യൂ സംവിധാനം 70,000-ആയി ചുരുക്കിയത് ഗുണകരമായി എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനു പിന്നാലെയാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു വെർച്വൽ ക്യൂ സംവിധാനം 80,000-ആയി ഉയർത്തണമെന്ന കോടതിയുടെ വിധി വാട്സാപ്പ് സ്റ്റാറ്റസാക്കിയത്. വെർച്വൽ ക്യൂ 80,000-ആയും സ്പോട്ട് ബുക്കിംഗ് 10,000-ഉം നൽകി കൂടുതൽ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സംവിധാനമൊരുക്കണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകളടക്കം നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ദേവസ്വം ബോർഡും ഓഫീസറും 2 തട്ടിലാണ് എന്നത് വ്യക്തം. അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം.